ലോക്കർ. കണ്ണീര് നൽകാൻ വില്ലാളി വന്ന കോലുകൊണ്ടു തല്ലും പൊന്നേ. മങ്കത്തം കൊണ്ട് തന്റെ ഇടം കാട്ടിയ മടക്കി കൊള്ളും നിന്റെ. പറയായി ചിരിയാടാൻ കരയാതെ നടനാടാൻ കരച്ചിലും പിഴിച്ചിലും വേണ്ടേ ലോക്കർ. ചിരി 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 ചിരിക്കി ലോക്കർ. പരസ്പരം ചെളിയെറിഞ്ഞു കുരുക്കി ലോക്കർ. കുത്ത് ഇന്ന് കുത്ത് നടക്കും. അതേ മെമ്പർ കിഡ്നപ്പിള്ളയും പപ്പുള്ളയും തമ്മിൽ ഇന്ന് കുത്ത് നടക്കും. രണ്ടുപേരും കത്തിയായിട്ട് 16 സെന്റിലേക്ക് പോയിട്ടുണ്ട്. എടാ ചങ്ങന, നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് മുടക്കം. പോയ ഒരു കുത്ത് കാണാം. പിന്നെ നമുക്ക് കാവുംപടി വഴി പോവാം. അത് ചുറ്റല്ലേ സുഗുണ? ചൊപ്പ ചുറ്റിയാലും വേറൊരു ചുറ്റിക്കളി ഞാൻ കാണിച്ചു തരാം. ഞാൻ ചുമ്മാ വിളിക്കില്ലല്ല. നമ്പർ വാ. അപ്പൻചേട്ടൻ ഒരു കല്യാണം കഴിച്ചാലേ എന്നെ സങ്കടം മാറൂ. ഇങ്ങനെ ഒറ്റന്തടിയായി നടക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ മേല. ചെമ്മീനില് പരീക്കുട്ടിയ വനജാക്ഷി ഞാൻ. കടാപ്പുറമില്ലാത്തത് കൊണ്ട് ഈ പൊരി വെയിലത്ത് ഞാൻ പാടി പാടി നടക്കുന്നു. ചേട്ടൻ രമണനിലെ പ്രേംനസർ ആവാതിരുന്നാ മതി. അങ്ങനെ വല്ലതും വന്ന് കൂടെ ചാവും ഞാൻ. വനജാക്ഷി വഞ്ചകി, നിന്നെ ഞാൻ കൂലൂടി. അരുത്, അവളല്ല തെറ്റുകാരി, ഞാനാ. നീ മിണ്ടി പോകരുത്. നിനക്ക് തെറ്റിയ എന്റെ ഭാര്യ കിട്ടിയോളാ. എന്റെ ഈശ്വര, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? കണ്ണു തെറ്റിയ ഇവൾ വേലി ചാടുമല്ലോ. അത് പിന്നെ വശത്തെ വഴിയിൽ കേബിളുകാര് കുഴി കുത്തിയുണ്ടല്ലേ, ഞാൻ അപ്പുറത്തെ മതില് ചാടിയത്. അതപ്പൊ കുറ്റായോ? എനിക്കൊന്നും സഹിക്കാൻ മേലെ. ചൈനയുടെ വന്നതിലായാലും നീ ചാടി കയറുമെന്ന് എനിക്ക് അറിയാടി. എടാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. വാടി വാടിയോ വരാൻ.
എന്റെ വനജാക്ഷി. എന്റെ അമ്മച്ചിയാണ് ഞാൻ വിളിച്ചോണ്ട് വന്നേന്നുമല്ല. അപ്പൊ അല്ലേ വഴിക്ക് വെച്ചിങ്ങനെ കണ്ടപ്പോ ഇതിലേ വരണ്ടെന്ന് ഞാൻ 100 തവണ പറഞ്ഞതാ. ആ തൊപ്പി തലയിലേക്ക് തിരിച്ച് കയറിക്കോട്ട് സൂണ. കാക്കിയിട്ടുണ്ട് ഞാൻ അവളെ കടത്തിക്കൊണ്ടുവരും. വേണം പപ്പുണ്ണ, കടത്തിക്കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ പൊക്കിക്കൊണ്ടെങ്കിലും വരണം. അതാണ് സ്നേഹം. അണ്ണാ 16.5 സെന്റ് കുത്ത് നടന്നു കാണും. വാണ, ചിലപ്പോ എന്തെങ്കിലും നടക്കും. കത്തിയും കൊണ്ടല്ലേ പോയിരിക്കണേ. നീ പൊയ്ക്കോ സൂണ. പിറകെ വരാന്ന പിന്നെ വാ. എന്റെ സമാധാനം പോയിരിക്ക. ഇനി എന്ത് ക്രമസമാധാനം? എന്റെ വനജാക്ഷി, അവൻ വിളിച്ചപ്പോ നീ കൂടെ പോയല്ലാണ്ട്. അടുക്കരുത്, അടുത്ത് വന്നാ ഞാൻ വീശിക്കളെ. അവനൊന്ന് ചേരും, അയാളൊന്ന് കുത്തും. അതെ, തന്റെ പെങ്ങള് വിധവയായി പോന്നുള്ള വിചാരം വേണം. കുത്ത് എന്തേ കുത്തണ്ടേ? കുത്ത് എന്താ കുത്തണ്ടേ? കുത്തുപിള്ളേച്ച ഇങ്ങോട്ട് കുത്താൻ. കൊല്ലാൻ തന്നെയാണ് അവിടെ ഒരു തീരുമാനം. ശരിക്കും പിടിച്ചോണേ. കൊല്ലുവോ? കൊല്ലും, കൊല്ലുവാടാ, കൊല്ലും, കൊല്ലുവാടാ. കൊല്ലും. കാറ്റ് പോയി പിള്ളേച്ച. തീർന്നോ? പപ്പുള്ളവരെ വെടിക്കെട്ട് തീർന്നു. കണ്ടോടാ എല്ലാവരും, ഈ കൃഷ്ണപിള്ളയുടെ മൂക്കൊന്ന് വരച്ചപ്പോഴേക്കും തറയിൽ വീണുവൻ. പഠിച്ച കളരിയും മെയ് അഭ്യാസങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല എനിക്ക്. പിള്ളേച്ച ഇനി കുത്തിയാലും മതി. അത് പിന്നെ വീണ് കിടക്കുന്നവരെ കുത്തരുതെന്നാണ് കളരി ശാസ്ത്രം. നേർക്ക് നേരെ വരുന്നവരോടാണ് കൃഷ്ണപിള്ള മത്സരിക്കാറ്. ആർക്കാടാ അതിന് ധൈര്യം? ആർക്കാടാ ധൈര്യമില്ല. കൃഷ്ണപിള്ളയെ തടുക്കാൻ ആർക്കും ധൈര്യമില്ല. കൊന്നതാണോ സുഗുണ? മലച്ചു കിടക്കുക പപ്പുള്ള. ഈശ്വര, അപ്പൊ കുത്തി? ഈശ്വരനല്ല, കിച്ചന പിള്ളയാ കുത്തിയത്. കുത്തിയ കത്തി കയ്യിലിട്ട് കൊലുക്കുകയാ. കമലാക്ഷി ചേച്ചി അറിഞ്ഞു സുഗുണ? ഇല്ല, ഞാൻ പോയി പറയാൻ പോവുകയല്ലേ. അപ്പോഴല്ലേ പൂരം. നിങ്ങളിവിടെ നിക്കി. എന്തോരം നല്ല മനുഷ്യനായിരുന്നു ആ പപ്പുപിള്ള. ഇനിയിപ്പൊ ദഹിപ്പിച്ചു കളയണ്ടേ? എനിക്ക് അതല്ല, വടക്കേപ്പറമ്പിലെ തോട്ടമാവായിരിക്കും വെട്ടുക. നല്ല തേൻ പോലത്തെ മാമ്പഴമായിരുന്നു അതില്. എന്നാലും കമലാക്ഷി ചാച്ചി വിധവയായി പോയല്ലോ. ഇതറിയുമ്പോ അവര് വെറുതെ ഇരിക്കില്ല. പഴയ ഗുസ്തിക്കാരിയാ കമലാക്ഷി ചേച്ചി. ഇപ്പൊ നോക്കിക്കോ.